doesn't know. So don't tell Scotty. Scotty doesn't know. Scotty doesn't know. സ്കോട്ടി ഡസൻ നോ. ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ 2000 കാലഘട്ടത്തിലെ ആ നൊസ്റ്റാൾജിയ ഓർമ്മ വരുന്നില്ലേ? അമേരിക്കൻ പൈക്കും റോഡ് ട്രിപ്പിനും ശേഷം പോപ്പ് കൾച്ചറിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരുപക്ഷെ മാറ്റ് ഡേമന്റെ ഏറ്റവും രസകരമായ ക്യാമിയോ ഉള്ള സിനിമ. വെറും അശ്ലീല തമാശകൾ നിറഞ്ഞ ഒരു സെക്സ് കോമഡി മാത്രമാണോ ഇത്? അതോ അതിനും അപ്പുറം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെയും അഡ്വഞ്ചറിന്റെയും കഥ ഇതിലുണ്ടോ? ഒരൊറ്റ ഇമെയിൽ തെറ്റിദ്ധാരണ കൊണ്ട് ജീവിതം തന്നെ മാറിമറിഞ്ഞ സ്കോട്ടിയുടെ കഥ പറയുന്ന യൂറോ ട്രിപ്പിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഥ തുടങ്ങുന്നത് ഒഹയോയിലാണ്. ഗ്രാജുവേഷൻ ദിവസം നായകനായ സ്കോട്ടിയെ അവന്റെ ഗേൾഫ്രണ്ട് തേച്ചിട്ട് പോവുകയാണ്. പോരാത്തതിന് അവൾ അവന്റെ സുഹൃത്തായ ഡോണിയുമായി അവിഹിത ബന്ധത്തിലായിരുന്നുവെന്ന് ഒരു പാട്ടിലൂടെ എല്ലാവരും അറിയുകയും ചെയ്യുന്നു. ഈ വിഷമത്തിലിരിക്കുമ്പോഴാണ് സ്കോട്ടി തന്റെ ജർമ്മൻ പെൻപാലായ മീക്കയുമായി ചാറ്റ് ചെയ്യുന്നത്. എന്നാൽ മീക്കെ എന്നതൊരു ആൺകുട്ടിയുടെ പേരാണെന്ന് തെറ്റിദ്ധരിച്ച് സ്കോട്ടി അവനെ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നീട് മീക്കെ യഥാർത്ഥത്തിൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയും താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമാണെന്ന് സ്കോട്ടി തിരിച്ചറിയുന്നു. അവളോട് മാപ്പ് പറയാനും തന്റെ പ്രണയം തുറന്നു പറയാനും വേണ്ടി സ്കോട്ടിയും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂപ്പറും യൂറോപ്പിലേക്ക് തിരിക്കുന്നു. ലണ്ടൻ മുതൽ റോം വരെ ഇവർ നടത്തുന്ന ക്രേസി ജേണിയും അവർക്ക് നേരിടേണ്ടി വരുന്ന ഹിലേരിയസ് ആയ പ്രശ്നങ്ങളുമാണ് യൂറോ ട്രിപ്പ് പറയുന്നത്. ഇനി സിനിമയുടെ ഡീപ്പ് ഡൈവ് അനാലിസിസിലേക്ക് കടക്കാം. ആദ്യം പോസിറ്റീവ്സ്. ഒന്നാമതായി ഈ സിനിമയുടെ റീപ്ലേ വാല്യൂ ആണ്. ഇതൊരു മാസ്റ്റർ പീസ് ഒന്നുമല്ല, പക്ഷേ എത്ര വട്ടം കണ്ടാലും ബോറടിക്കാത്ത ഒരു എൻ്റർടൈനറാണ്. ഇതിലെ പ്രധാന ആകർഷണം മാറ്റ് ഡേമന്റെ ആ പാട്ടുമാണ്. സിനിമ ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പാട്ട് ഇന്നും വൈറലാണ്. രണ്ടാമതായി ഇതിലെ ക്യാരക്ടേഴ്സ്. 4 പ്രധാന കഥാപാത്രങ്ങളും തമ്മിലുള്ള കെമിസ്ട്രി വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് കൂപ്പർ എന്ന കഥാപാത്രത്തിന്റെ കോമിക് ടൈമിംഗ് സിനിമയെ പലയിടത്തും രക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഓരോ രാജ്യത്തും ഇവർ കണ്ടുമുട്ടുന്ന വിചിത്രമായ മനുഷ്യർ, ഉദാഹരണത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹൂലിഗൻസ്, ട്രെയിനിലെ ആ ക്രീപ്പി ഇറ്റാലിയൻ ഗൈ, ഇവരുണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ചിരിപ്പിക്കും. മൂന്നാമതായി കോമഡി റൈറ്റിംഗ്. പല തമാശകളും അല്പം ഓവർ ദ ടോപ്പ് ആണെങ്കിലും ബ്രാറ്റിസ്ലാവയിൽ വെച്ചുള്ള ആ എക്സ്ചേഞ്ച് റേറ്റ് ജോക്കൊക്കെ വളരെ ബുദ്ധിപരമായി എഴുതിയ സ്ക്രിപ്റ്റാണ്. ഒരൊറ്റ ഡോളർ കൊണ്ട് രാജാവിനെ പോലെ ജീവിക്കുന്ന ആ സീനുകൾ ശരിക്കും ഹിലേരിയസ് ആണ്. ഇനി നെഗറ്റീവ് സംസാരിക്കാം. ഏറ്റവും വലിയ പ്രശ്നം ഇതിലെ സ്റ്റീരിയോ ടൈപ്സ് ആണ്. യൂറോപ്പിലെ ഓരോ രാജ്യത്തെയും വളരെ മോശമായ രീതിയിലോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലോ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ജർമ്മനി, ഫ്രാൻസ്, ഈസ്റ്റേൺ യൂറോപ്പ് എന്നിവിടങ്ങളിലെ സംസ്കാരത്തെ കളിയാക്കുന്നത് ചിലപ്പോൾ ഒഫൻസീവായി തോന്നാം. ഇതൊരു സെറ്റയർ ആണെങ്കിൽ കൂടി ചിലയിടങ്ങളിൽ അത് കൈവിട്ടു പോകുന്നുണ്ട്. രണ്ടാമതായി ലോജിക്. ജോഗ്രഫിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത രീതിയിലാണ് സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. പാരീസിൽ നിന്ന് ബെർലിനിലേക്കും അവിടെ നിന്ന് റോമിലേക്കും ഇവർ പോകുന്ന ദൂരം കാണുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നും. കഥയുടെ പേസിംഗ് നിലനിർത്താൻ വേണ്ടി പലയിടത്തും ലോജിക്കിനെ കാറ്റിൽ പറത്തിയിട്ടുണ്ട്. കൂടാതെ ഇതൊരു R-റേറ്റഡ് സിനിമയായതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിന് പറ്റിയതല്ല. ഇതിലെ പല ജോക്സും അശ്ലീല ചുവയുള്ളതും ക്രൂഡുമാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താ, നിങ്ങൾ ലോജിക് ഒന്നും നോക്കാതെ കുറച്ച് സമയം ചിരിക്കാൻ വേണ്ടി മാത്രം ഒരു സിനിമ തിരയുകയാണെങ്കിൽ യൂറോ ട്രിപ്പ് ധൈര്യമായി കാണാം. പഴയ 2000s നൊസ്റ്റാൾജിയ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു വിരുന്നായിരിക്കും. പക്ഷേ സീരിയസ് ആയ കഥയോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ പ്രതീക്ഷിച്ചാണ് പോകുന്നതെങ്കിൽ നിരാശയായിരിക്കും ഫലം. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. ആ പാട്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.